ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റുപോയിരുന്ന സ്മാർട്ട് ഫോൺ ആയിരുന്നു മൈക്രോമാക്സ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ മൈക്രോമാക്സിന്റെ ഒരു ഫോണെങ്കിലും ഉപയോഗിക്കാത്ത ആരും ഉണ്ടാവില്ല. എന്നാൽ പെട്ടെന്ന് മൈക്രോമാക്സ് അങ്ങ് ഫീൽഡ് ഔട്ടായി. ഇതിന് കാരണം എന്താ? അതിനു മുമ്പ് ഇത്തരം വീഡിയോകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 2010 മൈക്രോമാക്സ് രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ വിപണി മൊത്തം കൈയടക്കിയത് സാംസങ്ങും നോക്കിയയുമായിരുന്നു. ഈ രണ്ട് ബ്രാൻഡുകളുടെയും സ്മാർട്ട് ഫോണുകളുടെ പ്രശ്നം വന്ന് വലിയ വിലയായിരുന്നു, അത്ര വലിയ ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. മൈക്രോമാക്സ് കുറഞ്ഞ വിലയിൽ നല്ല ഫീച്ചേഴ്സ് ഉള്ള ഫോൺ അവതരിപ്പിച്ചതോടുകൂടെ സാംസങ്ങിന്റെയും നോക്കിയയുടെയും മാർക്കറ്റ് കുറയുകയും മൈക്രോമാക്സ് ഇന്ത്യൻ മാർക്കറ്റിൽ പിടിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2016 ജിയോയുടെ രംഗപ്രവേശനം. അൺലിമിറ്റഡ് ആയി 4G കൊടുത്തോടുകൂടെ 3G ഫോണുകൾ പതിയെ ഔട്ടായി 4G ഫോണുകൾ വരാൻ തുടങ്ങി. അതിനു മുമ്പ് തന്നെ മൈക്രോമാക്സ് ഒരുപാട് 3G ഫോണുകളുടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആക്കിയിരുന്നു. ഈ അവസരം മുതലാക്കിക്കൊണ്ട് ചൈനീസ് കമ്പനികളായ റെഡ്മിയും ഓപ്പോ ഒക്കെ അവരുടെ ഫോണുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. അതോടുകൂടെ മൈക്രോമാക്സിന്റെ നട്ടലൊടിയുകയും ഫീൽഡ് ഔട്ട് ആവുകയും ചെയ്തു.